അങ്ങനെ ഞാനും വോട്ട് രേഖപ്പെടുത്തി. വായനശാലയിലായിരുന്നു, 62-ാം ബൂത്തിലായിരുന്നു വോട്ട്. തിരക്കൊന്നുമില്ല, വളരെ സൗമ്യമായി എല്ലാവരും ഇടപെട്ടു. വളരെ ജനാധിപത്യ രീതിയിൽ എൻ്റെ വോട്ടവകാശം ഞാൻ രേഖപ്പെടുത്തി. എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ജനാധിപത്യം വിജയിക്കട്ടെ. 62-ാം ബൂത്തിലെ വോട്ടർമാരാണ് ഞാൻ, മനോജ്, കടകംപള്ളി, സുധീർക്ക, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സലാഹുദ്ദീൻ. അപ്പോൾ ഞങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി. ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ അവസാന വാക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് രേഖപ്പെടുത്തി സ്വന്തം ബൂത്തിലിരിക്കുന്ന സഹപ്രവർത്തകരോടൊപ്പം ആണിപ്പോൾ ഉള്ളത്. ഇനി ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് വിലയിരുത്തുവാൻ വേണ്ടി വ്യാപാരി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് പോവുകയാണ്. എന്തായി വോട്ടൊക്കെ ചെയ്ത് വളരെ വിജയപ്രതീക്ഷയാണ്. UDF ഇരുവരും ജയിക്കും, കേരളവും ജയിക്കും. 64 ബൂത്തുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഏകദേശം ഈ 12-12:30 മണിയാകുമ്പോൾ 50% അടുപ്പിച്ച് പോളിംഗ് നടന്നിരിക്കുകയാണ്. അതിശക്തമായ പോളിംഗാണ് രാവിലെ തൊട്ട് നടക്കുന്നത്. എത്ര ശതമാനമായി? 55% MSM ബൂത്തിൽ. അതായത് 63, 64 ഈ MSM ഓഡിറ്റോറിയം ബൂത്തിൽ. ബൂത്ത് നമ്പർ 64. ക്രമ നമ്പർ പറഞ്ഞാൽ ഞാൻ ക്രമ നമ്പർ ഉണ്ടായില്ല. 154, 144. വേറെ പേര് എന്തുവാ? അനിൽകുമാർ. ആ അറിയാലോ. 64 ചിഹ്നം 2 നമ്മളാ വിഷ്ണുമോഹൻ. അറിയാലോ. ഓക്കെ, എത്ര ശതമാനമായി ഇപ്പോൾ? ഇപ്പോഴാ 50-55%. ഞങ്ങളുടെ വടക്കേവിളയിലെ പള്ളിമുക്ക് ഡിവിഷനിലെ ബൂത്തിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. 63-ഉം 64-ഉം ബൂത്ത് ഇവിടെ MSM ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഡിവിഷനിൽ നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ DCC ജനറൽ സെക്രട്ടറി അൻസർക്കയാണ്. RSPയുടെ അഷ്റഫൊക്കെയുണ്ട്, ലീഗിൻ്റെ സിയാദ് ഷാനൂറുണ്ട്, ഈ ബൂത്തിൻ്റെ പ്രസിഡൻറ്റ് മാഹിൻ ഉണ്ട്. ഞങ്ങളെല്ലാവരും വളരെ ലൈവായി എല്ലാ ബൂത്തുകളിലും ഇങ്ങനെ ലൈവായി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളെടുത്തപ്പോൾ ഏകദേശം 350ഓളം വോട്ടുകൾ നടന്നിട്ടുണ്ട്. ഈ 63-ലും 64-ലും അങ്ങനെയൊക്കെ 64 നല്ല പോളിംഗ് നടക്കുന്നു, 63 നല്ല പോളിംഗ് നടക്കുന്നു. 70-75% പോളിംഗ് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എത്രയാവും? ഈ ചൂടിൽ ഞങ്ങളെ പിടിച്ചു നിൽക്കുന്നത് പെപ്സി, ബിരിയാണി. എല്ലാവരും ഒറ്റ ബൂത്തുകളിലുള്ള സഹപ്രവർത്തകരെല്ലാം ഇവിടെ വന്നാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത്. ഞങ്ങളപ്പുറത്തുനിന്ന് ബൂത്തിൽ നിന്ന് കഴിച്ചു. ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു.